ഹായ് ഓൾ, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങളിതാ പൊന്നാനി ജ്യൂസിയിലാണുള്ളത്. കുഞ്ഞുവാവിക്ക് ചുമയും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഡോക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി ജ്യൂസിയിലൊന്ന് കയറാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഓരോ ഫ്രൂട്ട് സാലഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നോലുമ്പായിരുന്നുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുവാവയുടെ സ്ഥിരം പരിപാടിയാണിത്. അവൻ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഫ്രൂട്ട് സാലഡിന് പകരം ഫലൂദ മതിയായിരുന്നു എന്ന് ഞങ്ങൾ ആലോചിച്ചത്. പിന്നെ ഏതായാലും ഓർഡർ എടുത്ത് പോയില്ലേന്ന് വെച്ചിട്ട് പിന്നെ ഇത് ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ല. ഫലൂദ മതിയായിരുന്നോ? ഫലൂദ മതിയായിരുന്നോ? അങ്ങനെ ഇതാ നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. സാൻഡ്വിച്ച് നല്ല വൃത്തിയിലാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ സോസ് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് വളരെ വൃത്തികേടായിട്ടാണ്. നല്ല ഹാർട്ട് ഷേപ്പിലൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങളെ 2 ഫ്രൂട്ട് സാലഡ് വന്നിട്ടുണ്ട്, സാൻഡ്വിച്ചും വന്നിട്ടുണ്ട്. എന്തായാലും ഫ്രൂട്ട് സാലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഫലൂഡ ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൻ്റെ വിഷമമൊക്കെ മാറിയിട്ടുണ്ട്. എന്ത് കഴിക്കാൻ കിട്ടിയാലും നമ്മളത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചേർസ് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖമാണ്. സാൻഡ്വിച്ച് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ പ്രസൻറ്റ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്ന ഈ ഒരു മയോ ഡിപ്പ് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി വല്ലാണ്ട് ഇഷ്ടമല്ല ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പൊന്നും. കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് മയോ ഡിപ്പ് തന്നെയാണ്. വാവ ആദ്യമായിട്ടാണ് സാൻഡ്വിച്ച് കഴിക്കുന്നത്. സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് മാത്രമാണ് കൊടുത്തത്. പക്ഷെ കുഞ്ഞാവിക്ക് നല്ല ഇഷ്ടമായി ഇല്ലേ വാവേ? ഇഷ്ടമായില്ലേ? കുഞ്ഞുവാവിക്ക് ഇതുവരെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും അവനെ കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കുമ്പോൾ അവൻ ചുമ്മാ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവൻ അതിൽ ബ്രെഡ് മാത്രം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീമും കൂടി കുറച്ച് കഴിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു അവന്. പക്ഷേ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ അവൻ്റെ എല്ലാ ശ്രദ്ധയും എന്തിലാണ്? ഐസ്ക്രീം കഴിക്കാനാണ് കുഞ്ഞാവയ്ക്ക് താല്പര്യം. അങ്ങനെ ജ്യൂസിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് പരാഗ് ഫാഷൻ എന്ന് പറയുന്ന ഒരു റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലേക്കാണ്. മോൻ്റെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് എനിക്കും ശ്രീക്കും മോനും കൂടി ഡ്രസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത്സ് ഒക്കെ നോക്കണമായിരുന്നു. ഏത് ടൈപ്പ് മെറ്റീരിയൽസ് എടുക്കണമെന്നോ ഏത് ഡിസൈനിൽ ചെയ്യണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടില്ല. ഇവിടെ കണ്ടൊരു മെറ്റീരിയൽ ഇഷ്ടമായപ്പോൾ മോനെ കുർത്തി അടിക്കാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിൽ വെക്കാൻ വേണ്ടി ഒരു ലേസും എടുത്തു ഞാൻ. അങ്ങനെ ഇതാ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.